ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൽ SIPയിലൂടെ എങ്ങനെയാണ് പൈസ സമ്പാദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാ മാസവും 2000 രൂപ വെച്ച് ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 15% അതിൽ നിന്നും ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ 30 വർഷം കൊണ്ട് നിങ്ങൾക്ക് കോടീശ്വരനാകാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെറും 7,20,000 രൂപ മാത്രമാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 1.3 crores ലഭിക്കും. ഇതാണ് SIPയുടെ മാജിക് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ SIPൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ 30 വർഷം. ഇത്രയും വർഷം നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. ഇത്രയും വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ വാരൻ ബുഫറ്റിനെ പോലെ നമുക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ 20-30 വർഷമൊക്കെ കഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ലഭിച്ചിട്ട് എന്താണ് കാര്യമെന്ന്. ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നൊരവസ്ഥയായിരിക്കില്ല. സോ ഇതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോയിൽ നിങ്ങൾക്ക് SIPയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള SWPയെ കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇത് SIPയെക്കാളും പവർഫുൾ ആൻഡ് മാജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 5 കാര്യങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് മാജിക് ഓഫ് SWP കോൺസെപ്റ്റ് മനസ്സിലാക്കാം. നെക്സ്റ്റ് ആയിട്ട് SWP എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പീസ്ഫുൾ ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രീഡത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള SWPൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് നോക്കണം. അതുപോലെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെസ്സേജ് തരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ചുള്ള നോളജ്, മോട്ടിവേഷൻ, ഡയറക്ഷൻ ഇത് മൂന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. സോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ SWPൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നുള്ളതാണ് SWP എന്ന് പറഞ്ഞാൽ. SWP എന്ന് പറയുന്നത് SIPൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. SIP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എല്ലാ മാസവും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് നേരെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുകയാണ്. അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു പൈസ കട്ടായിട്ട് നേരെ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നു. എന്നാൽ SWP എന്ന് പറയുന്നത് ഓരോ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ആകും. അതായത് നിങ്ങൾ യാതൊരു ജോലിയും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി ഒരു ഏണിങ്സ് വരുന്നതാണ്. ഇപ്പോൾ SIPയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ മന്ത്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ ആ ഒരു എമൗണ്ട് എന്നുള്ളത് ഗ്രോ ആയിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ SWPൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ SWPയിൽ നമ്മൾ ഒരു വിഡ്രോവൽ എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഡേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത എമൗണ്ട് നമ്മളുടെ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് SWPൻ്റെ കോൺസെപ്റ്റ്. സോ എങ്ങനെയാണ് ഇത് ലഭിക്കുന്നതെന്നും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. പൊതുവേ നമ്മൾ ഇന്ത്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടും റെഗുലർ ഇൻകത്തിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്നും റെൻ്റൽ ഇൻകം നമുക്ക് ലഭിക്കും. ഇത് ശരിക്കും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം തന്നെയാണ്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്നുള്ളത് കാലാകാലങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സോ ആ ഒരു ഇൻകം നമുക്ക് ലഭിക്കും, അത് നമ്മൾ സെല്ല് ചെയ്യുകയൊക്കെ ആണെങ്കിൽ. എന്നാൽ നമുക്കറിയാം, പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് വലിയൊരു എമൗണ്ട് തന്നെ ആവശ്യമാണ്. 50 ലക്ഷം രൂപയോ 1 കോടി രൂപയോ ഇല്ലെങ്കിൽ അതിനേക്കാൾ അധികമായിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ ലോണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ EMI തീർച്ചയായിട്ടും നമുക്ക് വലിയ സ്ട്രെസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തീരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു തവണ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലോണിൻ്റെ EMI എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും പേ ചെയ്തേ മതിയാകൂ. സോ എങ്ങനെയാണോ നിങ്ങൾ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ബെനിഫിറ്റ്സ് ലഭിക്കുന്നത്, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകവും പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടീൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നതും, ഇതേപോലെ തന്നെ 2 ബെനിഫിറ്റ് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലും ലഭിക്കും. അതായത് നമ്മളുടെ SWP ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് മന്ത്ലി ഇൻകവും ലഭിക്കും. അതുപോലെ നിങ്ങളുടെ ക്യാപിറ്റലും ഗ്രോ ആയിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു സ്മാർട്ടായിട്ടുള്ള പയ്യനുണ്ട്, അവൻ്റെ പേര് റോക്കി എന്നാണ്. അവൻ 22ാമത്തെ വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ആരംഭിക്കുകയാണ്. അങ്ങനെ അവൻ വെറും 10,000 രൂപയ്ക്ക് SIP സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവൻ്റെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് അവൻ എല്ലാ മാസവും 10% ഇൻക്രീസ് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടിൽ നിന്നും അവന് വെറും 30% ആണ് റിട്ടേൺസ് ലഭിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ 12 വർഷം അവൻ ചെയ്യുന്ന സമയത്ത് അവന് ലഭിക്കുന്നത് 53 ലക്ഷം രൂപയാണ്. അങ്ങനെ റോക്കി തൻ്റെ 34 വയസ്സിൽ അവൻ ജോലിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവൻ താൻ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തി എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പോൾ അവന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവൻ ആ റാറ്റ് റേസിൽ നിന്നും എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ റോക്കി ഈ ഒരു സന്തോഷത്തിൽ അവൻ ഫ്രണ്ട്സിനൊക്കെ പാർട്ടി കൊടുക്കുകയാണ് 3 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട്. അതിനുശേഷം മ്യൂച്വൽ ഫണ്ടിൽ 50 ലക്ഷം രൂപ വെച്ചിട്ട് അവൻ ഒരു SWP സെറ്റ് ചെയ്യുന്നു. സോ ഈ 50 ലാഖിനെ നമ്മൾ SWP കാൽക്കുലേറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 50 ലക്ഷം രൂപ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു 40,000 രൂപ മന്ത്ലി നമുക്ക് ഇൻകം വിഡ്രോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതായത് പണ്ട് റോക്കി 10,000 രൂപയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ റോക്കി ഇപ്പോൾ അതിനേക്കാൾ 4 മടങ്ങ് എമൗണ്ടാണ് വിഡ്രോ ചെയ്യുന്നത്. അവൻ ഇനി പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ്റെ ജോലിയൊക്കെ വിട്ട് അവൻ സെറ്റിലായിരിക്കുകയാണ്. അങ്ങനെ അവന് ഇപ്പോൾ 30% ഒരു റിട്ടേൺസും അവൻ്റെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അവൻ ഇനി മുന്നോട്ടുള്ള 30 വർഷം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ അടുത്ത് 4,66,43,366 രൂപയുണ്ടാകും. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അവന് 40,000 റുപ്പീസ് വെച്ചിട്ട് എവറി മന്ത് ഇൻകവും അവന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ പോർട്ട്ഫോളിയോ എന്നുള്ളത് 50 ലാഖിൽ നിന്നും 4.6 crore റുപ്പീസ് ആയിരിക്കുകയാണ്. സോ നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റാണ് ലഭിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ SWP എങ്ങനെയാണ് വർക്കാവുന്നതെന്നുള്ളത്. ഈ ഒരു കാര്യം പറയുമ്പോഴും നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ വരാം. അതായത് ഇപ്പോൾ ഒരു 20 വർഷത്തിന് ശേഷം നിങ്ങൾക്കൊരു 4 കോടി രൂപ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആ സമയത്ത് എത്ര ഉണ്ടാവും? പിന്നെ നമുക്ക് റെഗുലറായിട്ട് 40,000 രൂപ ഫിക്സഡ് ഇൻകം ലഭിക്കുന്നുണ്ട്, പക്ഷേ അത് ഗ്രോ ആകുന്നില്ല. അപ്പം നമുക്ക് ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഡൗട്ട് വരുന്നുണ്ടാവും. സോ നമുക്ക് ചാപ്റ്റർ 2ലേക്ക് കിടക്കാം. അതായത് ഹൗ ഡസ് ഇറ്റ് വർക്ക്, ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഈ SWP എങ്ങനെയാണ് വർക്കാവുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിയൽ മാർക്കറ്റ് റിസർച്ച് തന്നെ നടത്താം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ടാവും. ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ മാസവും 30% അല്ലെങ്കിൽ 50% റിട്ടേൺസ് ലഭിക്കുന്നുണ്ടാവില്ല. ലോങ് ടേമിൻ്റെ ആവറേജ് റിട്ടേൺസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ചിലപ്പോൾ ലോസിലേക്ക് പോവും, ചിലപ്പോൾ നല്ല പ്രോഫിറ്റിലേക്ക് പോവും. സോ ഇങ്ങനെയൊക്കെ ഫ്ലക്ച്വേഷൻ ആവുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളുടെ SWP വർക്ക് ആവുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെയും നമുക്ക് റോക്കിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ റോക്കി 50 ലാഖ് SWP സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റത്തെ കാര്യം, അവൻ ഒരേ ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവൻ ഒരു സിമ്പിൾ ഇൻഡെക്സ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് NAV എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ NAVയെക്കുറിച്ച് മനസ്സിലാക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞാൻ അത് പറഞ്ഞു തരാം. NAV എന്ന് പറയുന്നത് സ്റ്റോക്ക് പ്രൈസ് പോലെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ഷെയർ വാങ്ങുന്ന സമയത്ത് ആ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ അത് 100ൽ നിന്നും 110 ആവുകയാണെന്ന് വിചാരിക്കൂ. സോ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് 10% ഗ്രോ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഇതേപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിന് NAV എന്ന് പറയുന്നത്. ഈ NAVയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നെറ്റ് അസറ്റ് വാല്യൂ എന്നുള്ളതാണ്. സോ ഈ NAV ഗ്രോ ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എത്രത്തോളം ഗ്രോ ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ റോക്കിയുടെ ലാസ്റ്റ് ഡേറ്റ് അറ്റ് ജോബ് എന്നുള്ളത് 31 ഡിസംബർ 2023 ആണെന്ന് വിചാരിക്കാം. അതായത് 2024 ജനുവരി 1 തൊട്ടിട്ട് അവൻ ഫൈനാൻഷ്യലി ഫ്രീ ആണ്. അങ്ങനെ ഇനി മുതൽ റോക്കിക്ക് എല്ലാ മാസവും SWPയിൽ നിന്നും ഇൻകം ആവശ്യമാണ്. അപ്പോൾ അവൻ്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. അവിടെ NAV എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. സോ ഈ 100 രൂപ NAV വരുന്ന ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ 50,000 യൂണിറ്റ്സ് ആണ് നമ്മളുടെ റോക്കിയുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. സോ ജനുവരി മാസം മാർക്കറ്റ് എങ്ങനെ മൂവായി, SWPയിൽ നിന്നും അവന് എത്ര രൂപ ലഭിച്ചു, അങ്ങനെ നമ്മളുടെ റോക്കിയുടെ പോർട്ട്ഫോളിയോയുടെ അവസ്ഥ എന്തായി എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് മന്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മന്തിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിന് പകരം നേരെ താഴേക്കാണ് വന്നത്. അതായത് മാർക്കറ്റ് 0.03% ഡൗൺ ആയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ അവൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV എന്നുള്ളത് കുറയുകയാണ്.
അങ്ങനെ നമ്മളുടെ റോക്കിയുടെ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 49,98,500 റുപ്പീസിലേക്ക് ഡൗൺ ആയിരിക്കുകയാണ്. അതായത് ഈ മാസം അവന് പ്രോഫിറ്റിന് പകരം 1,500 രൂപ ലോസ് ആണ്. സോ നമ്മളുടെ റോക്കി ആണെങ്കിൽ ജോലിയൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് റോക്കിക്ക് എന്തായാലും ഈ മാസം എമൗണ്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റോക്കി 40,000 രൂപ വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ 400 യൂണിറ്റ്സ് സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ അവന് ബാക്കിയുള്ളത് 49,58,500 റുപ്പീസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളുടെ റോക്കിയുടെ പോർട്ട്ഫോളിയോ ഈ മാസം ഡൗൺ ആയിരിക്കുകയാണെന്നുള്ളത്. അവന് ഈ മാസം ലോസും ആയിട്ടുണ്ട്, അതുപോലെ അവൻ ഈ മാസം ഫണ്ട് വിഡ്രോയും ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ അടുത്ത മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത മാസം മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ, അതായത് ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാസം മാർക്കറ്റ് 1.18% മുകളിലേക്ക് ഗ്രോ ആവുകയാണ്. ഇതുകൊണ്ട് തന്നെ അവൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV എന്ന് പറയുന്നത് 101 ആവുകയാണ്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവൻ്റെ പോർട്ട്ഫോളിയോ എന്നുള്ളത് 50,17,000 റുപ്പീസിലേക്ക് ഗ്രോ ആവുകയാണ്. അപ്പോൾ ഈ ഒരു മാസം അവന് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 58,500 റുപ്പീസാണ്. അപ്പോൾ ഇതിൽ നിന്നും അവൻ 40,000 റുപ്പീസ് വിഡ്രോ ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ അവന് 40,000 റുപ്പീസ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് വെറും 395 യൂണിറ്റ്സ് മാത്രമേ സെല്ല് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇപ്പോൾ ജനുവരി മാസത്തെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സെയിം എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഈ മാസത്തിൽ കുറവ് യൂണിറ്റ്സ് സെല്ല് ചെയ്താൽ മതി. ഇപ്പോൾ അവൻ്റെ ഫൈനൽ ബാലൻസ് എന്ന് പറയുന്നത് 49,77,000 റുപ്പീസാണ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇത് അവൻ വിഡ്രോ ചെയ്തതിനും ശേഷമുള്ള എമൗണ്ടാണ്. ഇപ്പോൾ നെക്സ്റ്റ് മന്തിലേക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് മാർക്കറ്റ് 1.57 മുകളിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ NAV വീണ്ടും ഗ്രോ ആയിട്ടുണ്ട്. അവൻ്റെ പോർട്ട്ഫോളിയോ 50,55,000 റുപ്പീസിലേക്കും ഗ്രോ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നാൽ അവന് ഈ മാസം 78,000 റുപ്പീസാണ് അതിൽ നിന്നും റിട്ടേൺസ് ലഭിച്ചിട്ടുള്ളത്. സോ ഈ ഒരു മാസവും അവൻ 40,000 റുപ്പീസ് വിഡ്രോ ചെയ്യുകയാണ്. പക്ഷേ അവൻ ഈ മാസം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 389 യൂണിറ്റ്സ് മാത്രമേ അവന് സെല്ല് ചെയ്യേണ്ടി വരുന്നുള്ളൂ. സോ കഴിഞ്ഞ മാസത്തെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സെയിം എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് വളരെ കുറച്ച് യൂണിറ്റ്സ് മാത്രമേ സെല്ല് ചെയ്യേണ്ടി വരുന്നുള്ളൂ. സോ അവൻ 40,000 റുപ്പീസ് ഈ മന്ത് വിഡ്രോ ചെയ്തെങ്കിൽ കൂടിയും അവൻ്റെ പോർട്ട്ഫോളിയോ എന്നുള്ളത് 50 ലാഖിലേക്ക് വീണ്ടും ഗ്രോ ആയിരിക്കുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് മന്തിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും റിട്ടേൺസ് എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, ഞാനിതൊക്കെ പറയുന്നത് മാർക്കറ്റിൻ്റെ റിയൽ ഡാറ്റ വെച്ചിട്ടാണ്. നമുക്കതിലേക്ക് കിടക്കാം. സോ ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും റിട്ടയർ ആയി ജനുവരി തൊട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജനുവരി മാസത്തിൽ മാർക്കറ്റ് ഒട്ടും തന്നെ ഗ്രോ ആയിട്ടില്ല. ആക്ച്വലി അത് ഡൗണിലേക്കാണ് പോയിരിക്കുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പതിയെ ഗ്രോ ആവാൻ തുടങ്ങി. സോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏപ്രിൽ മാസത്തിൽ അവൻ 40,000 രൂപ വിഡ്രോ ചെയ്താലും അവൻ്റെ ഫൈനൽ ബാലൻസ് എന്ന് പറയുന്നത് 50,37,000 രൂപ സംതിങ് ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മെയ് മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു മാസം പ്രോഫിറ്റ് അല്ല, ലോസ് ആണ് ലഭിക്കുന്നത്. എന്നാൽ അവന് ലോസ് ആണെങ്കിൽ കൂടിയും ഈ മാസവും അവന് പൈസ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ പോർട്ട്ഫോളിയോ വീണ്ടും 49 ലക്ഷത്തിലേക്ക് ഡൗൺ ആവുകയാണ്. എന്നാൽ ജൂൺ മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഗ്രോ ആകാൻ തുടങ്ങി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 6.57 ഒരൊറ്റ മാസത്തിൽ തന്നെ ഗ്രോ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിൽ 3,27,000 രൂപ അവന് പ്രോഫിറ്റ് ലഭിക്കുന്നു. അങ്ങനെ അവനിപ്പോൾ 40,000 രൂപ വിഡ്രോ ചെയ്തെങ്കിൽ കൂടിയും അവൻ്റെ ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 52,67,000 രൂപയുണ്ട്. സോ അവനിപ്പോൾ മാസം 40,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അവന് വളരെ കുറച്ച് യൂണിറ്റ്സ് മാത്രം സെല്ല് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാകും. പണ്ട് അവന് 40,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് ടൈമിൽ അവന് 400 യൂണിറ്റ്സ് സെല്ല് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 357 യൂണിറ്റ്സ് മാത്രം അവന് സെല്ല് ചെയ്താൽ മതി. അതായത് അവൻ സെല്ല് ചെയ്യേണ്ട യൂണിറ്റ്സിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അതായത് മാർക്കറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ആകുന്നതിനനുസരിച്ച് NAVയുടെ വാല്യൂവും ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ SWP എങ്ങനെയാണ് വർക്കാവുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും. സോ ഫ്രണ്ട്സ്, ഇപ്പം നമുക്കറിയാം SIP എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മളുടെ മന്ത്ലി ഒരു ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് ഫിക്സ് ചെയ്യുക, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും കട്ടായിട്ട് ഈ ഒരു SIP എന്നുള്ളത് എവറി മന്ത് നടന്നുകൊണ്ടിരിക്കും.
അപ്പോൾ എങ്ങനെയാണോ SIP ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ SWPയും ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതായത് എല്ലാ മാസവും ഈ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒന്നും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എവറി മന്ത് നമ്മൾക്ക് ആവശ്യമുള്ള എമൗണ്ട് കറക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത ഡേറ്റിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു സൈഡിൽ നമ്മളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് നമ്മളുടെ മാർക്കറ്റ് ഗ്രോ ആകുന്ന കാര്യമാണ്. ഇനി അതല്ലാതെ മാർക്കറ്റ് നേരെ ഡൗണിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളുടെ SWP എങ്ങനെയായിരിക്കും വർക്ക് ആവുന്നുണ്ടാവുക? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കൂ. അതായത് നിങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോ, ആ ഒരു ഫണ്ട് വിചാരിച്ച രീതിയിൽ ഗ്രോ ചെയ്തില്ലെങ്കിലോ? സോ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലും നമ്മളുടെ SWP എങ്ങനെയാണ് വർക്ക് ആവുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ചാൻസ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് നിങ്ങളൊരു വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ മന്ത്ലി വലിയൊരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എമൗണ്ട് ഗ്രോ ചെയ്യാതെ നിങ്ങളുടെ ക്യാപിറ്റൽ 0 ആയി കഴിഞ്ഞാൽ എന്തു ചെയ്യും? സോ ഇതിൻ്റെയൊക്കെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം SWPൻ്റെ ബെസ്റ്റ് എമൗണ്ട് എത്രയാണെന്നുള്ളതാണ്. സോ ചാപ്റ്റർ 3, വാട്ട് ഈസ് ദ ബെസ്റ്റ് SWP എമൗണ്ട്? സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ SWP എമൗണ്ട് കുറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ബെസ്റ്റ് SWP എമൗണ്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 4% മാത്രമായിരിക്കണം നമ്മളുടെ വിഡ്രോവൽ റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ സേവ് വിഡ്രോവൽ റേറ്റ്. ഇപ്പം നിങ്ങൾ 50 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ 4% എന്ന് പറയുന്നത് 2 lakh rupees ആണ്. അതായത് ഇയർലി നിങ്ങൾക്ക് 2 lakh rupees വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറവായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷേ US മാർക്കറ്റ് ഒരുപാട് റിസർച്ചുകൾ ചെയ്തിട്ടാണ് ഈ 4% എന്നുള്ളൊരു കണക്ക് നമുക്ക് തരുന്നത്. ഇപ്പം നിങ്ങൾ ഈ 4% എന്നുള്ള കണക്കിലാണ് നിങ്ങൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നാളുകളിലേക്ക് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 75 വർഷത്തെ കാര്യം എടുത്ത് നോക്കുകയാണ്. അതായത് ഏറ്റവും മോശമായിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷനിലെ സിറ്റുവേഷൻസ് വരെ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ US 1968 റിട്ടയർ ആയി എന്ന് വിചാരിക്കുക. അതിന് തൊട്ടടുത്ത വർഷമാണ് ഒരു വലിയ മാർക്കറ്റ് ക്രാഷ് വരുന്നത്. അതിനുശേഷം വലിയൊരു ഇൻഫ്ലേഷൻ ആയിരുന്നു എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിലും 4% റൂൾ എന്നുള്ളത് കറക്റ്റ് പ്രാക്ടിക്കലായിരുന്നു. എന്നാൽ ഇത് US കണ്ടീഷനാണ്. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടുത്തെ വിഡ്രോവൽ റേറ്റ് എന്ന് പറയുന്നത് 8% ആണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഒരു പെർസെൻറ്റേജ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം മുന്നോട്ട് വരുന്ന വീഡിയോസിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാകും. ഇപ്പം നമുക്ക് SWPൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചും ഒരുപാട് പോസിറ്റീവ് സൈഡ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. സോ മസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ്സിനെ കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് SWPൻ്റെ നെഗറ്റീവ് സൈഡ്സ് നോക്കാൻ വേണ്ടിയിട്ടും നമ്മൾ റോക്കിയുടെ എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. റോക്കി 50 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ ആയിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ മന്ത്ലി അവൻ വിഡ്രോ ചെയ്തത് 40,000 രൂപയാണ്. ഇപ്പം നമുക്ക് ഇവന് കിട്ടുന്ന റിട്ടേൺ നമ്മൾ 30%-ൽ നിന്നും ഒരു 9%-ലേക്ക് നമുക്കൊന്ന് കുറച്ച് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ്റെ ഫൈനൽ ബാലൻസ് എന്ന് പറയുന്നത് മൈനസിലേക്ക് പോയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ഈ 9%-നേക്കാൾ കൂടുതലാണ്. അതായത് ഈ പോർട്ട്ഫോളിയോ ഗ്രോ ആകുന്നത് 9%-ലാണ്. അപ്പോൾ അതിലും കൂടുതൽ വിഡ്രോ ചെയ്യാൻ പോകുന്ന സമയത്താണ് അവിടെ നെഗറ്റീവ് ആവുന്നത്. സോ ഈ രീതിയിലാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എമൗണ്ട് 0 ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് US നടത്തിയ സ്റ്റഡീസിലൊക്കെ പറയുന്നത് ഇത് ഒരു 4%-ൻ്റെ മേലേക്ക് നമ്മളുടെ വിഡ്രോവൽ എന്നുള്ളത് നമ്മൾ കൂട്ടാൻ പാടില്ല എന്നുള്ളത്. സോ ഇതിലും കൂടിയൊരു എമൗണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 0 ആകാനുള്ള ചാൻസ് കൂടുന്നത്. അപ്പോൾ ഈ രീതിയിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ പൈസ എപ്പോഴാണ് തീരുക എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. സോ നിങ്ങളുടെ ഈ ഒരു ഭയം നമുക്കിപ്പോൾ തന്നെ കളയാം. മാത്രമല്ല നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ജേണിയെ ഞാൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ SWP നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫൈനൽ എമൗണ്ട് എന്നുള്ളത് 0 ആവുകയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് മന്ത്ലി ഇൻകം വിഡ്രോ ചെയ്യാൻ കഴിയാതെ വരും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മന്ത്ലി ഇൻകവും കിട്ടും, അതുപോലെ നിങ്ങളുടെ ഫൈനൽ ബാലൻസ് ഗ്രോ ആവുകയും ചെയ്യും.
സോ ഈ രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നല്ലൊരു എമൗണ്ട് നമ്മൾക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കണം, നമ്മളുടെ ആ ഒരു ഫൈനൽ എമൗണ്ട് ഗ്രോ ആവുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വിഡ്രോവൽ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ പോർട്ട്ഫോളിയോയുടെ ഗ്രോത്ത് റേറ്റിനേക്കാൾ താഴെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പോർട്ട്ഫോളിയോ ഗ്രോ ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ 4% ആണ് വിഡ്രോ ചെയ്യുന്നത്, നിങ്ങളുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 12% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ വിഡ്രോവൽ റേറ്റ് കുറവും ഗ്രോത്ത് റേറ്റ് കൂടുതലുമാണ്. സോ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫൈനൽ ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമിനോടൊപ്പം തന്നെ ഗ്രോ ആയിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങളുടെ വിഡ്രോവൽ റേറ്റ് ഗ്രോത്ത് റേറ്റിനേക്കാൾ അധികമാണെങ്കിൽ, അതായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഒരു 10 to 12% നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, എന്നാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ 10%നേക്കാൾ താഴെയാണ് ഗ്രോ ആകുന്നത്. സോ ഈ കേസിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനൽ ബാലൻസ് ഒരു ദിവസം 0 ആകും. ഇപ്പോൾ ഇത് എത്ര സ്പീഡിൽ ഗ്രോ ആകും, എത്ര സ്പീഡിൽ 0 ആകും എന്നുള്ളൊരു കാൽക്കുലേഷനിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ എയർലി വിഡ്രോവൽ റേറ്റ് അതുപോലെ എയർലി ഗ്രോത്ത് റേറ്റ് ഇത് തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നതിനെ വെച്ചിരിക്കും. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് അതേ റോക്കിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. റോക്കിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 ലക്ഷം, അവൻ മന്ത്ലി വിഡ്രോ ചെയ്യുന്നത് 40,000, അതായത് വർഷത്തേക്ക് 4.8 lakh rupees. സോ 50 lakh വെച്ച് നോക്കുന്ന സമയത്ത് 9.6 ആണ് വിഡ്രോവൽ റേറ്റ്. സോ നമ്മൾ നേരത്തെ എക്സ്പെക്റ്റഡ് റേറ്റ് 9% ആക്കിയ സമയത്ത് അത് നമ്മളുടെ ഫൈനൽ ബാലൻസിനെ 0 ആക്കിയത് നമ്മൾ കണ്ടു. സോ ഈ ഫൈനൽ ബാലൻസ് ഏകദേശം 25 വർഷത്തിന് ശേഷമാണ് 0 ആവുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസിനെ കുറിച്ച് നമുക്ക് മുന്നോട്ട് വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം. അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനാൻഷ്യൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അധികമായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ SWP എന്ന് പറയുന്ന പുതിയ കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ അത്തരത്തിലുള്ള അറിവുകൾ വീണ്ടും ലഭിക്കാനായിട്ടും നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വയ്ക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.